Hi, Joby. Hi, Jobin. Yeah, everything is fine. Okay, now. കാണാമോ ശരിക്കും? ഹായ് മിനിജ ചേച്ചി. നമ്മുടെ മലയാളി സ്റ്റാൻഡേർഡ് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ എല്ലാവരും? ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമല്ലേ? ഐ എം ഓക്കെ ജോബിൻ. ഹൗ ആർ യു? ഹൗ ഇസ് ലൈഫ്? ഹലോ മാത്യു. ഹായ് സാൻഡി. ഹലോ ജിനി. ഹായ് ജോഷി. ലോങ് ടൈം. ഗുഡ് താങ്ക്സ്. എന്തുണ്ട് വിശേഷം? നമ്മൾ കുറേ നാളായല്ലോ കണ്ടിട്ടല്ലേ? I'm happy to start whenever. Joby, just say when you want me to start. Or you want me to give another 2 minutes? Adum cheyam. Hi, Tressa Cheji. Okay. Let's start. Shall we start or give 2 minutes കഴിയുന്ന? Okay, good. I'll carry on. കാരണം സൺഡേ ആണ്, എല്ലാവർക്കും വൈകുന്നേരം പണിയുണ്ട്. അതുമാതിരി നാളെ ജോലിക്ക് പോകണതല്ലേ. സോ എൻ്റെ പേര് എലീസ മാത്യു. ഞാൻ ലൂഷ്യം ആൻഡ് ഗ്രൈനസ് ട്രസ്റ്റിൽ മേട്രനായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിപ്പോൾ UK വന്നിട്ടൊരു 17-18 years-ആയി. UK നഴ്സസിൽ ഇന്ത്യൻ നഴ്സസിൻ്റെ ഒരു ബൂം വന്ന എല്ലാവരുടെയും കൂടെ വന്നതാണ്. ഞങ്ങളൊരു 33 നഴ്സസൊക്കെ ഒരുമിച്ചൊരു ബാച്ചിൽ വന്നതാണ് സൗത്താംപ്ടണിൽ. സോ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. ഒരു 5 years ഞാൻ സൗത്താംപ്ടണിൽ ബാൻഡ് 5 ആയിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ലണ്ടനിലോട്ട് മൂവ് ചെയ്തു. ലണ്ടനിൽ ബാൻഡ് 6 ആയിട്ട് മൂവ് ചെയ്തു. ആൻഡ് ദെൻ വെരി ക്വിക്ക്ലി ഐ ബിക്കെയിം ബാൻഡ് 6. ബാൻഡ് 7ലോട്ട് വന്നു. വൺ ഓഫ് ദ ചാലഞ്ചസ് ഞാൻ ചെയ്ത റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹൈ ഡിപ്പെൻഡൻസി ആൻഡ് റിക്കവറിയിലായിരുന്നു ബാൻഡ് 5 ആയിട്ട് ജോലി ചെയ്തത്. അപ്പോൾ പുതിയതായി വന്ന ബാൻഡ് 6 ആയ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈ ഡിപ്പെൻഡൻസി ഇല്ലായിരുന്നു. ആൻഡ് ദേ വർ തിങ്കിങ് ഓഫ് ഗോയിങ് ബിയോണ്ട് ക്രിട്ടിക്കൽ കെയർ വാൾസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് സാധാരണ വാർഡിൽ എങ്ങനെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രോജക്റ്റായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ആ പ്രോജക്റ്റ്, ആ ബാൻഡ് 6 ലെവലിൽ ഞാൻ ജോലി ചെയ്ത് ഐ ഗോട്ട് എ ഗുഡ് എക്സ്പോജർ. നല്ല എക്സ്പോജർ കിട്ടി. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി വെരി സക്സസ്ഫുൾ. കാരണം ഒരു ENT വാർഡിൽ ഞാൻ ENT ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് സെറ്റപ്പ് ചെയ്തു. അതുമാതിരി പക്ഷേ ഇറ്റ് വാസ് എ ബിറ്റ് ബോറിങ്. കാരണം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Monday to Friday സർജറീസ് ആൻഡ് ദെൻ നത്തിങ് ഹാപ്പൻസ് മച്ച് ഓവർ ദ വീക്കെൻഡ്. അപ്പോൾ അങ്ങനെ ഒരു വന്നപ്പം ഞാൻ റോയൽ ലണ്ടനിലോട്ട് മൂവ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ബിസി മെഡിക്കൽ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. ആൻഡ് സെയിം മെഡിക്കൽ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് വാസ് എ ന്യൂ യൂണിറ്റ് ആൻഡ് ഐ ഹാഡ് ടു സെറ്റ് ഇറ്റ് അപ്പ്. പ്രാക്ടീസ് ഡെവലപ്മെന്റ് നഴ്സിൻ്റെ കൂടെ കോമ്പറ്റൻസീസ് ചെക്ക് ചെയ്യുക, ഓൾ ദാറ്റ്. So I think that was the biggest challenge for me as from a band 5 to 6. Although band 5 in the 6 lot varan samayam padichu 5 years. I took 5 years. But those projects were really good and gave me a rich experience. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കൊരു ബാൻഡ് 7 ആവാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഞാനൊരു വാർഡ് മാനേജറായി. ബാൻഡ് 7-ൽ നിന്ന് ഐ വാസ് എ ബാൻഡ് 7 PDN ഫസ്റ്റ്. ആദ്യം ഒരു വാർഡ് മാനേജറായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് മോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ജോലിയിൽ കയറാൻ വേണ്ടി ഞാൻ PDN ആയിട്ട് ഒരു 1.5 വർഷം ജോലി ചെയ്തു. അപ്പോഴാണ് സ്ട്രോക്ക് ഹൈപ്പർ അക്യൂട്ട് സ്ട്രോക്ക് യൂണിറ്റ് റോയൽ ലണ്ടനിൽ സെറ്റപ്പ് ചെയ്യാൻ, അതിൻ്റെ കോമ്പറ്റൻസീസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ സെറ്റപ്പ് ഐ വാസ് ആക്ച്വലി ദ PDN ഫോർ ദാറ്റ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് ആ ഹൈപ്പർ അക്യൂട്ട് സ്ട്രോക്ക് യൂണിറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റി. കൂടുതലും ബാൻഡ് 6-ന് എങ്ങനെ ത്രോംബലൈസിസ് ഡോർ ടു നീഡിൽ ആ കോമ്പറ്റൻസീസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഒരു നല്ല എക്സ്പോജർ ആയിരുന്നു. I mean,
I mean, what I'm trying to say is actually it's not the role, band 6 or 7 or 8 or 8 or 8 level, it's the richness of the experience you get. That's more important. So I always look for big challenges, although maybe the band were not that big. പക്ഷേ എന്തായിരുന്നു അതിൻ്റെ അകത്തെ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. ആ ബിഗ് ചാലഞ്ചസ് കിട്ടിയതോടെ യു ഗെറ്റ് മോർ എക്സ്പോഷേഴ്സ്. അപ്പോൾ എൻ്റെ പേര് ഓൾറെഡി ഐ വാസ് ഔട്ട് ദർ ദാറ്റ് യു സംബഡി ഹു ദേ ക്യാൻ ട്രസ്റ്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു. നെവർദലെസ് ഒത്തിരി മിസ്റ്റേക്സും ചെയ്തിട്ടുണ്ട് അലോങ് ദ വേ ദ റോൾസിലൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു റിഫ്ലെക്റ്റീവ് പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെങ്ങനെ വരാൻ. So then I became a Band 8A project lead for a very big project, Bartsil. Bartsil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, one of the biggest organization in UK. 15,000 employees under 6,000, 7,000 nurses alone under. It is one of the biggest organization. So അവിടെ ഒരു project, for 2 years I took as a project lead, e-rostering module implement ചെയ്യുക അതിൻ്റെ all aspects. കാരണം കാർട്ടേഴ്സ് വർക്ക് ഫോഴ്സിൻ്റെ ഈ report വരുന്നതിന് മുമ്പേ workforce parameters were considered as the big role, and it was also coming to that time safe staffing inde oru velliyoru project agenda varunundarunnu, because mid Staffordshire problems vannu. All organizations got a bit of shake up. അവരുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൂടുതലും CQCയുടെ പ്രഷേഴ്സ് വന്നപ്പോഴത്തേക്കും സേഫ് സ്റ്റാഫിംഗ് വാസ് എ ബിഗ് അജൻഡ. അതാണ് മിഡ് സ്റ്റാഫർഡ്ഷയറിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വന്നു സേഫ് സ്റ്റാഫിംഗ് ഇല്ലായിരുന്നു. അപ്പം e-rostering and safe staffing combine ചെയ്ത് അവരൊരു റോൾ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു വന്ന് ബാർട്സിൽ ആസ് എ പ്രൊഫഷണൽ ലീഡ് ഫോർ സേഫ് സ്റ്റാഫിംഗ്. ആൻഡ് ദാറ്റ് വാസ് ഇൻ കോർപ്പറേറ്റിൽ ഞാൻ 2 years ആ റോൾ ചെയ്തു, സേഫ് സ്റ്റാഫിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സ്, ബിക്കോസ് CQC വാസ് മെഷറിംഗ് സേഫ് സ്റ്റാഫിംഗ് അജൻഡ ഫോർ ബാർട്സ്. അപ്പം സേഫ് സ്റ്റാഫിംഗ് എന്താണ്, സേഫ് സ്റ്റാഫിംഗ് സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിങ്ങിന് educate ചെയ്യുക. It was more about getting the rosters right, getting the e-rostering module implemented on all wards, including theatres, specialty areas. അപ്പോൾ ഒത്തിരി റെസിസ്റ്റൻസ്, ഒത്തിരി ചാലഞ്ചസ് വന്ന ഒരു ക്ലിനിക്കൽ ലീഡായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇറ്റ് വാസ് എ വെരി വെരി എക്സൈറ്റിംഗ് റോൾ. ആൻഡ് ഒത്തിരി എക്സ്പോഷർ കിട്ടി. ഞാൻ ഒത്തിരി നാഷണൽ ലെവലിൽ ഒത്തിരി ആൾക്കാരോട്ട്, I don't know, one of the gurus of safe staffing was Anne Casey, and Anne Caseyയുടെ കൂടെ ഒത്തിരി ജോലി ചെയ്യാൻ എനിക്ക് പറ്റി. പുള്ളിക്കാരിയായിട്ട് ഒത്തിരി ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പോഷറിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു, ഡു ഐ വോണ്ട് ടു കണ്ടിന്യൂ ഇൻ കോർപ്പറേറ്റ് ഓർ ഡു ഐ മിസ് പേഷ്യൻറ്റ്. അപ്പം ഒരു നേഴ്സ് ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ്, ആ പേഷ്യൻറ്റ് ഫേസിങ് ജോബ് നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ മേറ്ററിനായിട്ട് ഈലിംഗിൽ ലണ്ടൻ നോർത്ത് വെസ്റ്റിൽ അപ്ലൈ ചെയ്തു. അവിടെ കിട്ടി. ആൻഡ് one of the best organization I've ever worked. ലണ്ടൻ നോർത്ത് വെസ്റ്റിൽ ആരെങ്കിലും ജോലി ചെയ്യാൻ എനിക്ക്, യു ആർ വെരി ലക്കി ടു വർക്ക് ദർ. ഞാൻ ഒത്തിരി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു. പക്ഷേ ലണ്ടൻ നോർത്ത് വെസ്റ്റ് ഇസ് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട്. നോട്ട് ഓൺലി ബിക്കോസ് ഒത്തിരി മലയാളികളുണ്ട്, പക്ഷേ ജനറലി അവർ നല്ലൊരു കെയറിങ് ഇതുണ്ട്. നോർത്ത് വിക് പാർക്ക് ഹാഡ് എ വെരി ബാഡ് റെപ്യൂട്ടേഷൻ, ബട്ട് actually they are doing really good compared to what I've seen elsewhere. Anyway, coming to the role, matron's role. So ഒരു matron എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ പല ഡിവിഷനിൽ പല റോൾസ് ആയിരിക്കും മേട്രൻസിന്. സോ മീനജ ചേച്ചി പറയാം, ഷീ മൈറ്റ് ബി ഷീസ് വൺ ഓഫ് അവർ പയനിയർ. ഷീ നോസ് ഒരു സ്പെഷ്യലിസ്റ്റ് ഏരിയാസിൽ മേട്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് റോളാണ്. ഇറ്റ് മോർ ക്ലിനിക്കൽ ഫോക്കസ്. വേറസ് ഇഫ് യു ആർ ഇൻ എ ജനറൽ വാർഡ് ഏരിയ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. അപ്പം ഞാൻ 3 ഏരിയയിലും ജോലി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വാസ് സ്പെഷ്യലിസ്റ്റ് മെഡിസിൻ, വെർ ഐ കവേർഡ് മോർ സ്പെഷ്യലിസ്റ്റ് മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ഡെർമറ്റോളജി, റെസ്പിറേറ്ററി, ഹീമറ്റോളജി, ഇങ്ങനത്തെ ക്ലിനിക്സ് ഒക്കെ ഒത്തിരി എൻ്റെ അണ്ടറിലുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം റെസ്പിറേറ്ററി നഴ്സിംഗ് സർവീസസ് എൻ്റെ അണ്ടറിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സർവീസ് ഓറിയൻറ്റഡ്, ഇറ്റ് വാസ് മോർ ഫോക്കസ്ഡ് ഓൺ സർവീസ് ഓറിയൻറ്റഡ്. സർവീസ് എങ്ങനെ പോകുന്നു, സർവീസസിന് എന്തെല്ലാം ഇംപ്രൂവ്മെൻറ്റ് വരുത്തണം, നമ്മളെവിടെയാണ് നമ്മുടെ ഗ്യാപ്സ്, നമ്മൾ നാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയായിരുന്നു ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഐ ഹാഡ് ടു ലുക്ക്. ആൻഡ് ഓൾസോ ഡെവലപ്പിംഗ് അഡ്വാൻസ് പ്രാക്ടീഷണർ റോൾ, ബിക്കോസ് വേറെ ഡോക്ടേഴ്സിൻ്റെ ടൈം നമുക്ക് കിട്ടാത്ത റോൾസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ നഴ്സസിനെ ഡെവലപ്പ് ചെയ്യുക, ആൻഡ് ഹൗ ഡു ഐ ഗെറ്റ് ഫണ്ടിങ് വാസ് എ ബിഗ് തിങ്. സോ ഞാൻ ആ റോളിൽ ഒത്തിരി ബിസിനസ് പ്ലാൻസ് എഴുതിയിട്ടുണ്ട് ടു ഗെറ്റ് മോർ ഫണ്ടിങ്. whereas in a specialist area, ഇപ്പം സ്പെഷ്യലിസ്റ്റ് ഏരിയ എന്ന് ഞാൻ ചെയ്തത് AMU ആയിരുന്നു. AMUവിൽ you are like a ward manager. You are like the ward manager because you are the person who comes Monday to Friday,
who is there. കാരണം ബാൻഡ് 7s ആണെങ്കിലും ബാൻഡ് 6s ആണെങ്കിലും അവിടെ റെഗുലർലി എന്നും ഒരാൾ തന്നെ ഇല്ലായിരിക്കും. ഒത്തിരി ബാൻഡ് 7 കാണും, ഒത്തിരി ബാൻഡ് 6s കാണും. അപ്പം യു ആർ ലൈക്ക് എ വാർഡ് മാനേജർ ബട്ട് ഇൻ എൻ അഡ്വാൻസ് മാനേജർ റോൾ. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ മോസ്റ്റ്ലി ഓപ്പറേഷണൽ ആൻഡ് ഫ്ലോയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ബിക്കോസ് യു ഹാവ് ടു മേക്ക് ഷുവർ ദ പാത്വേസ് റൈറ്റ്. പക്ഷെ അതിനകത്തുനിന്ന് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്വേ, നമ്മുടെ എമർജൻസി ടു വാർഡ് പാത്വേ എങ്ങനെയുണ്ട്, അത് നമ്മുടെ is it fit for purpose. I mean, at these roles, at these levels, what people want you to see is, are you a good thinker? Are you a critical thinker? Are you working as a team? Because നമ്മൾ ടീമായിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ you won't get anywhere. And you needless to mention, personal conflicts will always come in a patient safety area. അപ്പം നല്ലൊരു കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമോ, അതുപോലെ ഐഡിയാസ് കൊണ്ടുവരുമോ, somebody who is solution focused and not only bringing problems. ഇതൊക്കെയാണ് ഈ റോളിൽ അവർ നോക്കുന്നത്. അപ്പം and I did that. Now I work as a, then I had a little break. I worked in corporate for some time. Corporateൽ ഞാൻ പുതിയ NMC standards full ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു for Lewisham Greenwich Trust. As a result of that, I converted 3,000 into practice assessors and practice supervisors. So that was a very meaty project again. അതും അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് തരുന്നത് കാരണം എൻ്റെ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് ഒരു മേട്രൺ റോളിൽ നിന്ന് ഞാൻ കുറച്ച് നേരം സെക്കൻഡ്മെന്റ് എടുത്ത് ആക്ച്വലി പ്രോജക്ട് മാനേജർ ആയത്. സോ and then the care of elderly matron, that is like 4 wards ഉണ്ട്. 4 വാർഡ്സിൻ്റെ വാർഡ് മാനേജേഴ്സ് എനിക്കുണ്ട്. എൻ്റെ അണ്ടറിൽ സ്പെഷ്യലിസ്റ്റ് നഴ്സസ് വരും. ആൻഡ് ഐ മാനേജ് ദോസ് 4 wards. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈയിടെയെന്ന്, ചീഫ് നഴ്സസ് ഒരു പുതിയ ഒരു 10 roles of matron എന്ന് പറഞ്ഞാൽ അവർ ഈയിടെ ലോഞ്ച് ചെയ്തു. The role is all about, they want, 2003 റോൾ വന്നപ്പം മോസ്റ്റ്ലി ഇത് clinically focused matron ആയിരുന്നു. പക്ഷെ what they realize is eventually matrons are a key clinical visible leader within a clinical area. We have a greater role. It's not just about vannu chedu poi, because you have to think about the future. You also have to think about carry your past in andella mistake vannu adellam carry chedu mumbillottu poണം. So she's created 10 roles, which is I'll go through step by step, which is the first one is inclusive leadership, professional standards and accountability. അപ്പോൾ അതാണ് ഏറ്റവും ഒരു ഓർഗനൈസേഷൻസ് ഫീൽ ചെയ്തത്. ബിക്കോസ് ദർ ഹാസ് ടു ബി സം അക്കൗണ്ടബിലിറ്റി ഫ്രം ദ വാർഡ്സ്. വാർഡിൽ നമ്മൾ സ്റ്റാഫ്, ഞാൻ ഇപ്പോൾ കാണുന്നത് സ്റ്റാഫ് വാർഡിൽ വന്ന് ജോലി ചെയ്യുന്നു. അവർ പേപ്പർ വർക്ക് പകുതി ചെയ്യും, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ഡ്യൂ ടു ഓൾ സോർട്സ് ഓഫ് പ്രോബ്ലംസ്. പക്ഷേ വാട്ട് ഈസ് ദി അക്കൗണ്ടബിലിറ്റി പാർട്ട് ഓഫ് ഇറ്റ്? അപ്പോൾ ഒരു വാർഡിൽ ഒരു പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോബ്ലംസ് വന്നു, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് ഹാം വന്നു, ആർക്കാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി? But at the same time, inclusive leadership. So it's all about how the matron then will bring the team together and work on those key issues that you have to deal with on a day-to-day basis. ഇപ്പം ഒരു ജൂനിയർ മേറ്ററിനും ഒരു സീനിയർ മേറ്ററിനും നമ്മൾ ഒത്തിരി ഡിഫറൻസ് കാണും, ആസ് യു നോ. ഇപ്പം ഡോക്ടർ ഏപ്രിൽ ബ്രൗൺ എന്ന് പറഞ്ഞൊരു സീനിയർ ക്ലിനിക്കൽ ലീഡ് ഉണ്ട്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞതാണ് ആസ്ക് ഫോർ forgiveness rather than permission. So I am quite senior. ഇപ്പം ഞാനൊരു 4 years ആയി മേറ്ററിനായിട്ട്. അപ്പോൾ I am quite a lot of senior and I feel quite confident in doing things and challenging constructively or critically analyzing things. അപ്പം ഞാൻ ചിലപ്പം സ്റ്റെപ്സ് എടുക്കും, and I'll probably ask, oh sorry I did that, but I know what I want to do at the end of the day. അങ്ങനെ അതുമാതിരി ഒരു നല്ലൊരു ക്ലിനിക്കൽ ലീഡായിട്ട് എക്സാമ്പിളായിട്ട് നമ്മൾ ജോലിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഡസൻറ്റ് മീൻ യു ആർ കൺഫോമിങ് ടു ദ നോം. ഇപ്പം നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ ഒത്തിരി നിങ്ങൾ കാണാറുണ്ടായിരിക്കും, ലൈക്ക് you will see something weird. It's culturally that's how they do. ഞാൻ കുറേ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തുകൊണ്ട് ഐ ക്യാൻ ഗിവ് യു മൈ എക്സ്പീരിയൻസ്. കാരണം നമ്മളൊരു ഓർഗനൈസേഷൻ ചെല്ലുമ്പം അവിടെ ഒത്തിരി പേര് കൂടുതൽ there is a click already. People are there and they have got their little thing going on. അപ്പം അവർക്ക് നമ്മൾ വരുമ്പമോ ഈ പുള്ളിക്കാരി എന്ത് കൊണ്ടുവരാനാണ്, അങ്ങനെ ഒരു രീതിയാണ് വരുന്നത്. പക്ഷേ it is about how you bring your being a compassionate leader, you bring inclusive leadership. അവരെ കൊണ്ടുവരിക, പക്ഷെ അവരെ റെസ്പെക്ട്ഫുള്ളി ചാലഞ്ച് ചെയ്യുക അവരുടെ കറണ്ട് സ്റ്റാൻഡേർഡ്സിലും ഇതിലും. അപ്പോൾ ഒരു പുതിയ ജോലിയിൽ ഇപ്പം നിങ്ങൾ
വാച്ച് ചെയ്യുന്നതിൽ കുറേ പേര് ചിലപ്പം യു വാണ്ട് ടു ബിക്കം സംബഡി matron or you want to listen to my experience because you've been in my shoes. അപ്പം ഒരു പുതിയ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് പോകുമ്പം അത് maybe if you're going for an interview, what they are looking for is somebody who can be that bold, somebody who is going to know this is a very challenging role and actually you are able to take that. നിങ്ങൾ എല്ലാവരുടെയും ഫ്രണ്ട് ആയിരിക്കില്ല. You're not going to be everybody's friend, trust me. പക്ഷേ how you going to be actually you can respectfully challenge but also try and maintain relationships, and when you know you're not going to be popular, that's also fine, because at the end of the day നമ്മൾ ഒരു പേഷ്യന്റിന്റെ കെയർ ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. So how are you going to be a visible, inclusive leadership, professional standards and accountability, basically being visible, providing an authoritative presence. Authoritative presence എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല നമ്മൾ വന്നു മസിൽ പിടിച്ചിറങ്ങി നടക്കുക, അങ്ങനെയല്ല. You go around, you talk to staff, you try and understand their problems. അപ്പം ഡെയിലി ഞാൻ ഒത്തിരി വാക്ക് ചെയ്യും. I mean, I clock up normally 10,000 steps. That's my exercise done for the day. ഒത്തിരി വാക്ക് ചെയ്യും, 4 wards, പിന്നെ വേറെ വാർഡ്സിൽ പോയി അവരോട് സംസാരിക്കും, അവരെയും നമ്മുടെ പ്രസൻസ് കാണിക്കും. Organizational values. Now all of all of your organization has got some values. So how do you demonstrate that values? Being respectful, being working as a team. ഇതാണ് നമ്മുടെ ഇതിൽ. It is not about how great I am. It is about how great is the team. നമ്മൾ ഒരു 7 കഴിഞ്ഞ് നമ്മൾ 8 അല്ലെങ്കിൽ 8B 8C ആ ലെവലിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ it's not about you anymore, it's about your team and how you motivate, how you inspire your team and what can you bring to your team differently. ഒരു different pair of eyes എങ്ങനെ കൊണ്ടുവരും. You have to empower your staff. Empower ചെയ്യാതെ നമുക്ക് ഒരു കാര്യം നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ it is about, ഇപ്പോൾ ഞാൻ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ I won't be the project lead. I will be the project expert, the topic expert. I will get a band 5, 6 or 7 to be a project lead. അപ്പോൾ ആ പുള്ളിക്കാരി ലീഡ് ചെയ്യണം. പക്ഷെ I will be doing the background work. Trust me, I do this all the time. I'll be doing the background work. പക്ഷേ അവരുടെ പേര് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരും, അവരെ എങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ എങ്ങനെ ഗൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു matron റോൾ വരുന്നത്. Ensuring a professional appearance and maintaining professional standards, continuing to lead by example. അതുമാതിരി audits അല്ലെങ്കിൽ somebody said no sound, is that right? Sound ഇല്ല. Can you not hear me very well? Okay. Rest, everybody can hear well, I think. Okay. ഒരു വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പറഞ്ഞാൽ ഗവർണൻസ് ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റി ക്വാളിറ്റി. പേഷ്യൻ്റ് സേഫ്റ്റി ഫോറംസ് ഉണ്ട്, എല്ലാവർക്കും കേൾക്കാമോ? ഓക്കെ. പേഷ്യൻ്റ് സേഫ്റ്റി ഫോറംസ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ മന്ത്ലി. ഡിവിഷണലി നമുക്കൊരു ഫോറം കാണും. അപ്പോൾ ആ ഫോറത്തിൽ നമ്മൾ നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക, നമ്മുടെ ക്വാളിറ്റി മെട്രിക്സ്. യു ഓൾ ഹാവ് ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിവിഷനിൽ ഞങ്ങൾ പെർഫെക്റ്റ് വാർഡ് ഓഡിറ്റ് ചെയ്യും, അതിൻ്റെ സ്കോർസ് നോക്കും, അത് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. പ്രഷർ സോഴ്സ്, harm free care. I'm a great believer of harm free care because ഒരു പേഷ്യൻ്റ് നമ്മുടെ ആ ഡോറിൽ വന്നിട്ട് if they get harm, then there is a big we fail them actually, and I feel very terribly bad കാരണം ഞാൻ ചില പിക്ചേഴ്സ് ഒക്കെ കാണുന്ന ഒത്തിരി it's very bad when you look at patients overall journey. നമ്മൾ ചിലപ്പോൾ ഒരു വാർഡിൽ ഒരു പേഷ്യന്റിനെ ആയിരിക്കും കാണുന്നത്. ആ പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് നമ്മൾ കെയർ കൊടുത്തു, അത്. പക്ഷെ അവരൊരു പല വാർഡിൽ കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. സോ ഇഫ് യു ആർ ഓൺ എ ജനറൽ വാർഡ്, യു ഹാവ് മറ്റേ AMUവിൽ വരും. A&E തന്നെ മോസ്റ്റ്ലി 8 hours 9 hours പേഷ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് CDU, അത് കഴിഞ്ഞ് AMU, അത് കഴിഞ്ഞ് ഒരു വാർഡ്, പിന്നെ അവർക്ക് മറ്റവരുടെ ലാസ്റ്റ് ഫൈനൽ വാർഡിൽ വരുന്നത്. അപ്പോഴത്തേക്കും they are like fed up because they have had enough, or they've had enough of a big journey. അപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം വരും. And that's what something I always tell my nurses, don't take it too personally because they are actually quite fed up by the time you have come to them. So it's not a direct response to you, it is the direct response to the whole team or the whole thing that has
happened. അപ്പോൾ അവർക്ക് കുറേ ഫെയിലിങ്സ് വന്നു കാണും, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് അവർ ഫോൾട്ട്. നമ്മൾ ഓൾറെഡി അണ്ടർ റിസോഴ്സ്, ഓവർ സ്ട്രെച്ച്ഡ് ഒരു NHS സിസ്റ്റമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ടു പേഴ്സണൽ. ഗവർണൻസ്, പേഷ്യൻറ്റ് സേഫ്റ്റി, ക്വാളിറ്റി, ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്യുമെൻറ്റേഷൻസ് വന്ന് നോക്കും. ഹൗ ഇപ്പം ഒരു പ്രഷർ അൾസർ വന്നു, ഇപ്പം അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുമ്പം വി ഡോണ്ട് സീ വൈ ദാറ്റ് പ്രഷർ അൾസർ ഹാപ്പൻ. വി സീ have we done everything to prevent that pressure ulcer. ഇവിടെയാണ് ഇനി പ്രോബ്ലംസ് വരുന്നത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ pressure ulcer risk assessment, which should be done within the first 6 hours of admission, is usually not done. I can bet you. അത് ഒരു പ്രോബ്ലം വരും. അപ്പോൾ ആദ്യത്തെ തന്നെ ടിക്ക് നമ്മൾ റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് സ്കിൻ ബണ്ടിൽ ഷുഡ് ബി ഡൺ ഇൻ എവറി ഷിഫ്റ്റ് ഇൻ എവറി 2 to 3 hours. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രോബ്ലം, ബിക്കോസ് വി ഹാവ് നോട്ട് ചെക്ക് ദ പ്രഷർ ഏരിയാസ്. ഇങ്ങനെ തന്നെ സെയിം ഐ ക്യാൻ റിപ്പീറ്റ് അബൌട്ട് ഫോൾസ്, സെയിം ഐ ക്യാൻ ടോക്ക് അബൌട്ട് എൻഹാൻസ് കെയർ, ഇങ്ങനത്തെ മെഡിക്കേഷൻ ഓഡിറ്റ്, അങ്ങനത്തെ പല കാര്യത്തിലും. അപ്പോൾ ഇത് ഓൺ എ മന്ത്ലി ബേസിസ്, ഹൗ ഡു വി കീപ്പ് an eye on that, and how do we keep our ward manager to be accountable, because remember at the end of the day they are responsible for their wards. പക്ഷെ ഞങ്ങളൊരു matron ആയിട്ട് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം and hold them accountable where they are failing. ഇപ്പം ചിലവർക്ക് ഡെലിബറേറ്റ്ലി സം വാർഡ് മാനേജേഴ്സ്, ഞാൻ ഒത്തിരി വാർഡ് മാനേജേഴ്സിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. സം വാർഡ് മാനേജേഴ്സ് ഹാവ് ബീൻ 15 years ആയിട്ട് ഒരു വാർഡ് മാനേജർ ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഫാന്റാസ്റ്റിക് ആവണമെന്നില്ലായിരിക്കും. ദേ ഹാവ് ഗുഡ് സ്കിൽസ്, ബട്ട് ദേ മേ നോട്ട് ഹാവ് ഓൾ ദി സ്കിൽസ്. അപ്പോൾ അവർക്ക് ആ ഇല്ലാത്ത സ്കിൽസ് ഹൗ വില്ലിങ് ദേ ആർ ടു ലേൺ. ഇല്ലെങ്കിൽ അവരെ പിന്നെ നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് പെർഫോമൻസ് മാനേജ്മെന്റ്, ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ റൂട്ട് nobody wants to go. As I said, everybody wants to be loved, everybody wants to be liked, and nobody wants to be a bad guy. പക്ഷേ unfortunately part of the profession നമുക്ക് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. Start putting key objectives for the ward managers and start managing them where they are not actually performing. മൂന്നാമതെന്ന് പറഞ്ഞാൽ വർക്ക് ഫോഴ്സ് പ്ലാനിങ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പോൾ വർക്ക് ഫോഴ്സ് പ്ലാനിങ്, റിസോഴ്സ് മാനേജ്മെന്റ്, ദിസ് ഇസ് എ ഹ്യൂജ് തിങ്. ആൻഡ് ഇപ്പം നിങ്ങൾ കാർട്ടർ റിവ്യൂ വായിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ലോട്ട് അബൌട്ട് വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ്. I would suggest, even if you're not aspiring for any role, just read it. It is very useful. കാർട്ടർ റിവ്യൂ എന്ന് പറയും. അതിനകത്ത് നമ്മുടെ വർക്ക് ഫോഴ്സ് പ്ലാനിങ്ങിനെ പറ്റി ഒത്തിരി ഉണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് വർക്ക് ഫോഴ്സ് പ്ലാനിങ് ആണ് നമ്മളിപ്പോൾ പുതിയ അഡ്വെഞ്ചേഴ്സ് വന്നിരിക്കുന്നു. ഓൾ ദീസ് നഴ്സിംഗ് അസോസിയേറ്റ്സ് ആൻഡ് അപ്രന്റിസ് നഴ്സിംഗ്, ഇതെല്ലാം ഇനി പുതിയത്. കാരണം ടു റിഡ്യൂസ് ദ റിലയൻസ് ഓൺ ഓവർസീസ് നഴ്സസ്, അല്ലെങ്കിൽ മറ്റ് വർക്ക് ഫോഴ്സിന് നമ്മൾ ഒത്തിരി ഓവർസീസ് റിലയൻ ചെയ്യാതെ ഇവിടെ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആകാനുള്ള ഒരു എയിമാണ് ഗവൺമെന്റിന്റെ within the next 10 years. We don't know how successful we are going to be, but that is one of the reason what we have to, one of the things that ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ വർക്ക് ഫോഴ്സ് പ്ലാനിങ്, ഇപ്പം ഞങ്ങളുടെ തന്നെ ഏരിയയിൽ ആര് Band 2s Band 3s അവരെ എങ്ങനെ നമുക്ക് എംപവർ ചെയ്യാം. ചിലവർ they have worked, നമ്മുടെ തന്നെ മലയാളികൾ ഒത്തിരി പേരുണ്ട് നാട്ടിൽ നേഴ്സായിട്ട് വരും, പക്ഷെ ഇവിടെ വന്ന് IELTS പാസ്സായില്ല. സോ ഹൗ ക്യാൻ ഐ ഫെസിലിറ്റേറ്റ് ഒരു IELTSനുള്ള ട്രെയിനിങ്ങോ എന്തെങ്കിലും നമുക്ക് ഓർഗനൈസേഷനിൽ തന്നെ ചെയ്യാൻ. അപ്പോൾ ഓർഗനൈസേഷനിലെ ലീഡ്സ്, നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ലീഡുമായിട്ട് ലിയേസ് ചെയ്യുക, അവരോട് സംസാരിക്കുക. I also work as I also support the overseas nurses, Indian nurses നമ്മുടെ വരുന്നത്, അവരെ പാസ്റ്റോറൽ സപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മേട്രൺ റോളിന്റെ അബവ് ആൻഡ് ബിയോണ്ട് പോയി അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. as somebody asked me as a ward manager what would, ഞാൻ പറയാം, definitely I'll tell you. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക ആസ് എ മേട്രൺ വെൻ ഐ എം ഡൂയിങ് തിങ്സ് ഫോർ ഓവർസീസ് നഴ്സസ്, അതൊരു വളരെ പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഐ ഗെറ്റ് ദ ബൈൻ ഫ്രം നോട്ട് ഓൺലി ഫ്രം ദ സ്റ്റാഫ് ബിലോ ബട്ട് ഓൾസോ അബവ് എക്സിക്യൂട്ടീവ് ടീംസിനും അറിയാം. സോ വെൻ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നംസ് വരുമ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ടീമിനോട് സംസാരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിവിഷണൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗിനോട് സംസാരിക്കും. ഞങ്ങളുടെ നഴ്സസിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, what are you doing and what can we do differently. We have to say we, not you. വേറെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് റിഡ്യൂസിങ് ഹെൽത്ത് ഇനിക്വാളിറ്റീസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം വിത്ത് ബ്ലാക്ക് ലൈവ്സ് മാറ്ററിന്റെ ഒത്തിരി കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനിക്വാളിറ്റീസ് ബിറ്റ്വീൻ പേഷ്യന്റ് എക്സ്പീരിയൻസ്ഡ് പേഷ്യൻസ് ഗ്രൂപ്പിൽ പോലും അത്
affect ചെയ്യുന്നുണ്ട്. A patient who will get a maternity, actually there was a research, ഒരു പേഷ്യന്റിന് if they are from black and ethnic minority, their outcome can be quite poor compared to their white group of patients. ഇതൊക്കെ റിസർച്ച് എവിഡൻസ്ഡ് ആണ്. സോ അതൊരു വലിയൊരു ടോപ്പിക്കാണ്, ഹൗ വി ക്യാൻ ബി അഡ്വക്കേറ്റ്. ഇപ്പം നിങ്ങൾ ഇനീക്വാളിറ്റീസ്, ഹെൽത്ത് ഇനീക്വാളിറ്റീസ് നിങ്ങൾ തന്നെ കാണാറുണ്ടായിരിക്കും ചിലപ്പം വാർഡ്സിലൊക്കെ. ഒരു വൈറ്റ് പേഷ്യന്റിന് ചിലപ്പം ഡിഫറെൻറ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കമ്പയർഡ് ടു സമ്മൺ ഹു കാൺ സ്പീക്ക് ഇംഗ്ലീഷ്, സമ്മൺ ഹു ഡസൻ ലുക്ക് ലൈക്ക് യു. ഇപ്പം ഞാൻ വൈറ്റ് ചാപ്പലിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഈലിംഗിൽ ജോലി ചെയ്തിട്ടുണ്ട്. വി ഹാവ് സിഖ്, വി ഹാവ് ബംഗ്ലാദേശി പേഷ്യൻസ് ഹു കാൺ സ്പീക്ക് ഇംഗ്ലീഷ്. ഡസൻ മീൻ അപ്പൊ അവരുടെ ഒരു കെയർ എന്ന് പറയുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അവര് എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും? അപ്പം ആസ് എ മെയ്ട്രൺ, ദാറ്റ്സ് വാട്ട് ഐ വിൽ ബി ലുക്കിംഗ് അറ്റ്. ഇപ്പം വാർഡിൽ അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടോ? അങ്ങനെ ഒരു പേഷ്യൻസിനാണെങ്കിൽ ഞാൻ അവർക്ക് എന്ത് കാർഡ് കൊടുക്കാം? ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് റിസോഴ്സസ് അവൈലബിൾ വിതിൻ ദ ട്രസ്റ്റ് ടു ഷോ ഒരു പെയിൻ വരുമ്പം ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണിക്കും, ഓക്കെ ഈ പെയിൻ സ്കോർ എങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പല പല ടൂൾസ് നമ്മൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഷ്യന്റുമായിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് മറ്റ് ലാംഗ്വേജസിൽ എങ്ങനെ കിട്ടാം എന്നുള്ളത് ഒരു വെയിറ്റിന്റെ ഒരു റോളാണ് ആക്ച്വലി. ഹൗ കെൻ, ബിക്കോസ് വി ഹാവ് ടു പ്രൊവൈഡ് ഈക്വൽ കെയർ ഫോർ എവറിബഡി, ബിക്കോസ് ദി ഔട്ട്കം ഹാസ് ടു ബി സെയിം. Somebody asked me, what are your expectations when you come to the ward? അപ്പം expectations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർഡ് എങ്ങനെ, I'll take a break from this, I'll tell you, because that's more useful. ഒരു വാർഡിൽ ഞങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഒക്കെ they are getting their fundamentals of nursing care, basic care. The times ഞാൻ വാർഡിൽ പോയിട്ട് പേഷ്യൻസിന് ഒരു മൗത്ത് കെയർ കൊടുത്തിട്ടില്ലായിരിക്കും. And I'm not saying this is deliberate. We can all be conspiracy theorists, theory ഒക്കെ കൊണ്ടുവരാം. പക്ഷേ കോൺസ്പിറസി അല്ല. It is genuinely sometimes staff don't have time to think about those things. ഇപ്പം നഴ്സസ് തന്നെയാണെങ്കിൽ രാവിലെ വന്ന് ഒരു മെഡിക്കേഷൻസ് എടുത്തു തുടങ്ങി. പക്ഷേ പേഷ്യൻസിന്റെ ബേസിക് കെയർ ലൈക്ക് മൗത്ത് കെയർ, അവർക്ക് ഇരിക്കാൻ, if muscle wasting and how if you don't use your particular muscles, you are going to have problems. അപ്പം സ്പെഷ്യലി എൽഡർലി പേഷ്യൻസിൽ കൂടുതൽ ഡിഫിക്കൽട്ടി. കാരണം അവർക്ക് അത്രയും ഫ്രെയിലാണ്, അവർ അത്രയും സ്ട്രോങ് അല്ല. സോ ഇവർ പുറത്തിരിക്കുന്നുണ്ടോ, are they being mobilized, have they got a passport? ഇപ്പം ഞങ്ങൾ കെയർ ഓഫ് എൽഡർലി വാർഡിലൊക്കെ ദിസ് ഈസ് മീ എന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ എന്താണ് അവരുടെ ഇഷ്ടം, what they like to be called, although in their name is something else. They like to be called something else, so they might say I'd like to be called this. അപ്പൊ അങ്ങനത്തെ this is me എന്നുള്ള പാസ്പോർട്ട് അറിയാം എല്ലാവർക്കും. ഒരു പേഷ്യന്റിനെ പറ്റി സ്റ്റാഫിന് എത്ര അറിയാം? ഹാൻഡ് ഓവർ നമ്മൾ രാവിലെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ദാറ്റ് ഡസൻ ഗിവ് യു ഇനഫ് അബൌട്ട് യുവർ പേഷ്യൻസ്. ഇപ്പൊ രാവിലെ പേഷ്യൻസിന്റെ അടുത്ത് നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ പേഷ്യൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ എ കോഹോർട്ട് ബേ, ഡിമെൻഷ്യ ബേസിൽ അല്ലെങ്കിൽ ഡിമെൻഷ്യ കെയർ ഗ്രൂപ്പ് പേഷ്യൻസ് ഇരിക്കുമ്പോൾ നമ്മൾ അവരോട് എത്ര ഇന്ററാക്ട് ചെയ്യുന്നു, അവരെ മേക്ക് ദം പാർട്ട് ആസ് എ ഹ്യൂമൻ. ദേ ഓൾ ഹാവ് some story to tell you. In fact, ഞാൻ പോയി കഴിഞ്ഞാൽ പേഷ്യൻസിനെ വിടില്ല, അവർക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. സോ യൂട്ടിലൈസ് your patient interactions to be productive. അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പാർട്ട് ഓഫ് പേഷ്യന്റ് എക്സ്പീരിയൻസ് വരുന്നത്. സോ ഓൺ എ വാർഡ് നമ്മൾ വരുമ്പം is your patient sitting out, അവരുടെ ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടോ, all the patients have got എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, EDD ഉണ്ടോ, അവരുടെ കൺസൾട്ടൻസ് അവരെ വന്ന് കണ്ടോ, അവർക്ക് മെഡിക്കേഷൻസ് കൊടുത്തോ. these are the things we will be looking at. basic fundamentals of nursing. ഇതാണ് ഞങ്ങൾ നോക്കുന്നത്, അല്ലാതെ വേറെ ഒരു ബിഗ് തിങ്സും അല്ല വാർഡ്സിൽ. in specialist areas like ICU and നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് areas ആണെങ്കിൽ അവിടെ വേറെ key targets കാണും. but ultimately it all boils down to nursing, because in the ward it is all about fundamentals of nursing. ഇപ്പോൾ പെർഫോമൻസ് ആൻഡ് ഓപ്പറേഷൻ ഓവർസൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം രാവിലെ തന്നെ ഒരു മേട്രൺ വന്ന് ഞാനൊക്കെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ബേസിക്കലി രാവിലെ സ്റ്റാഫിംഗ് ആണ് ഫസ്റ്റ് 1 hour. we will be looking at what's the staffing like, which are the red flag areas, which is the bad areas, and where the skill mix is poor. numbers മാത്രമല്ല, skill mix ഒത്തിരി നോക്കും. അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പം നമ്മൾ ഹൗ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് യുവർ വർക്ക് ഫോഴ്സ്. ഇപ്പം മേട്രൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ തന്നെ ആയിരിക്കുമല്ലോ, യു ഹാവ് ടു തിങ്ക് ലിറ്റിൽ ബിറ്റ് അബൌട്ട്. ഒരു ഹെലികോപ്റ്റർ വ്യൂ വേണം.
അപ്പോൾ എല്ലാ ഏരിയയും നോക്കും, എല്ലാ സ്റ്റാഫിനെയും നമ്മൾ നോക്കും, അവരുടെ വർക്ക് ഫോഴ്സ് സ്കിൽസ് എന്താ, സ്റ്റാൻഡേർഡ്സ് എന്താ, അവരുടെ എന്താണ് അവർക്ക് സ്കിൽ മിക്സ് ഉള്ളത്, വാർഡ് മാനേജർ ഉണ്ടോ, വാർഡ് മാനേജർ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വാർഡ് മാനേജർ ആണോ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ സ്റ്റാഫിനെ പിന്നെ നമ്മൾ അലക്കേറ്റ് ചെയ്യുന്നത്. ഇത് അലക്കേറ്റ് ചെയ്യുന്ന കഴിയുമ്പോൾ നമ്മുടെ ബെഡ് സ്റ്റേറ്റ് വരും. ബെഡ് സ്റ്റേറ്റിൽ പേഷ്യൻറ്റ് ഇന്ന് എത്ര പേര് EDD എക്സ്പെക്റ്റഡ് അറ്റൻഡൻസ് ഉണ്ട്, ഇന്നത്തെ ഡിസ്ചാർജ് എത്രയാണ്. അപ്പം നമ്മൾ നെഗറ്റീവ്സ് നോക്കും, എന്താണ് ഇന്നത്തെ നെഗറ്റീവ്, ഹൗ മച്ച് ബെഡ് യു വിൽ റിക്വയർ to attend to these many patients that you have predicted to be admissions. അത് ആ ഡിസ്ചാർജിന്റെ ഇത് കഴിയുമ്പം മെയിൻലി ആസ് മേട്രൺസ് ഐ വിൽ ബി ലുക്കിംഗ് അറ്റ് ഹൗ ഐ കൻ ഹെൽപ്പ്. ഇപ്പം എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് ഡിലേ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഹൗ ഐ കൻ വർക്ക് വിത്ത് A&E ടു expedite some of their problems. Patients ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലം, so you have hot ITU, have cold ITU, വാർഡ്സിലാണെങ്കിലും കോവിഡ് വാർഡ്സ് ഉണ്ട്, ഡെസിഗ്നേറ്റഡ് കോവിഡ് വാർഡ്സ്. സോ യു നീഡ് ടു തിങ്ക് അബൌട്ട് ഹൗ ഐ എം ഗോണ അലക്കേറ്റ് ദിസ് പേഷ്യൻ. ഇപ്പം ഞാൻ മാനേജ് ചെയ്യുന്ന 2 കോവിഡ് ഏരിയ ആണ്. അപ്പം ആ കോവിഡ് ഏരിയസിൽ എങ്ങനെ പേഷ്യൻസിന് നമുക്ക് സ്വാബ്സ് നടന്നിട്ടുണ്ടോ, ഇറ്റ്സ് ചെക്കിംഗ് വിത്ത് ദ നഴ്സസ്. ഇപ്പം നഴ്സസിന് ഇതെല്ലാം അറിയാം, പക്ഷെ ഇവരെ ഡെയിലി റിമൈൻഡ് ചെയ്യുക, ബിക്കോസ് അണ്ടർ ദ ക്ലിനിക്കൽ പ്രഷേഴ്സ് പീപ്പിൾ ഡു ഫൊർഗെറ്റ്, and I am equally guilty, I can forget as well. So അപ്പം നമ്മൾ എങ്ങനെ അങ്ങോട്ടോട്ട് ഒരു പിയർ സപ്പോർട്ടാണ് മോസ്റ്റ്ലി ഒരു മേട്രൺ ചെയ്യുന്നത്. Sixth point is digital and information technology. ഇപ്പം നമ്മളൊരു ലാസ്റ്റ് 6-8 months ആയിട്ട് കോവിഡിൽ നമ്മൾ കണ്ട ഒരു ഇതാണ്, നമ്മൾ ഡിജിറ്റലി ഒത്തിരി അങ്ങ് ഇംപ്രൂവ്ഡ് ആയി. ഓക്കെ, ലാസ്റ്റ് one of the NHS long-term plan, I don't know if you've seen NHS long-term plan, one of the biggest objective was to get into virtual clinics. നമ്മളൊരു 10 years എങ്ങനെയെങ്കിലും എത്തും. ഇപ്പം 10 years അല്ല, 6 months നമ്മൾ എത്തി, because COVID threw us in that. So some of these things actually is happening as we speak. പക്ഷെ നമ്മുടെ ഡിജിറ്റലി നമ്മുടെ വർക്ക് ഫോഴ്സ് ഒരു ഡിജിറ്റൽ ചാലഞ്ച്ഡ് ആണ്. നിങ്ങൾക്കറിയാം, യു മൈറ്റ് ബി വെരി ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ എനിക്കറിയാവുന്ന ഒത്തിരി സ്റ്റാഫ്, എസ്പെഷ്യലി എക്സ്പീരിയൻസ് വാർഡ് മാനേജേഴ്സ്, നമ്മുടെ നല്ല ക്ലിനിക്കൽ മാനേജേഴ്സ്, ദേ ആർ നോട്ട് വെരി ഗുഡ് ഡിജിറ്റലി, ദേ ആർ നോട്ട് വെരി ഗുഡ് ടെക്നോളജി വൈസ്, ദേ ഡോണ്ട് നോ ഹൗ ടു ഇന്റർപ്രറ്റ് ഡേറ്റ. സോ ഓൾദോ ദേ ഡു തിങ്സ് ഓൺ ദ വാർഡ്, ദേ ഡോണ്ട് നോ ഹൗ ടു ഇന്റർപ്രറ്റ് ഇറ്റ് ഓൺ ഇൻ എ ഡേറ്റ. ആൻഡ് ദർ ഇസ് ഓൾവേസ് എ സ്റ്റോറി. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഡേറ്റ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം, ഡേറ്റ ഇസ് ഓൺലി നമ്പേഴ്സ്, ബട്ട് ദ സ്റ്റോറി ദാറ്റ് കംസ് വിത്ത് ദ വാർഡ് മാനേജേഴ്സ്. അവരുടെയാണ്. അപ്പൊ അവരെ എങ്ങനെ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, their story, how we can marry it with the data. That is something that staffing level should be done according to patient dependence, but most of the staff have, yeah, you're right, because നമ്മളൊരു mentality stuck on actually, Tony. That is true, because people are so fixated with the numbers. അപ്പം ഞാൻ തന്നെ കാണാറുണ്ട് വാർഡ്സിൽ വരുമ്പം 1 to 6 ഒരു സ്റ്റാഫിന്, 6 to 12 ഒരു സ്റ്റാഫിന്, അല്ലെങ്കിൽ 1 to 8 അങ്ങനെ. പക്ഷെ that 1 to 8 പേഷ്യൻസിൽ 5 പേഷ്യൻറ്റും ചിലപ്പം ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ why we are not a little bit flexible? Why don't we say, okay, these are very heavily dependent patients, so why don't we distribute equally? അതൊരു മെന്റാലിറ്റി ഒന്നും വരുന്നില്ല. ചില വാർഡ്സ് are very good, I must say, but it's a problem. So we need to educate. ഞാൻ ഒത്തിരി എഡ്യൂക്കേറ്റ് ചെയ്യും, പക്ഷേ ചില മേട്രൺസിന് അത്രയും അവർ ഇൻവോൾവ് അല്ലായിരിക്കും, എൻഗേജ്ഡ് അല്ലായിരിക്കും. സോ ഹൗ ഐ കൻ ഗെറ്റ് മൈ ബാൻഡ് 6s 7s ടു ബി ബിറ്റ് മോർ അഡ്വക്കേറ്റ്സ് ഓഫ് ദാറ്റ്. പിന്നെ വൺ ഓഫ് ദ തിങ് സേഫർ നഴ്സിംഗ് ടൂൾ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പേഷ്യൻറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് റിവ്യൂസ് എവറി 6 months ചെക്ക് ചെയ്യും എല്ലാ ഹോസ്പിറ്റലും. എവറി 6 months അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് റിവ്യൂ. അപ്പം നിങ്ങളുടെ സേഫ് കെയർ ഡേറ്റ വിൽ പ്രിഡിക്റ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം നമ്മൾ 1B 1B അല്ലെങ്കിൽ 1A നമ്മുടെ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ഷോ your high dependencies level. So if you are in charge of the ward and you're putting in those data, സ്റ്റാഫിങ്ങിന്റെ, മേക്ക് ഷുവർ നിങ്ങൾ ഡേറ്റ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ. ഇപ്പോൾ വാർഡ് മാനേജർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ ആയിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡേറ്റ കറക്റ്റ് എടുക്കാം. Yeah, I mean, that is true as well. Specialist areas different and different specialist areas. But it all boils down to 3 categories, which is 1A, 1B, 2 and 3. ഇതാണ് മെയിൻ. അണ്ടർ ദ ഹോൾ സ്പെഷ്യാലിറ്റി സ്ഫിയേഴ്സിൽ വരുന്നത് 3 കാറ്റഗറിയാണ്. അപ്പൊ അതില് ലെവൽ 3 എന്ന് പറയുമ്പോൾ 1 to 1 ITU. പക്ഷെ കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടു 1 to 1 ഇല്ലായിരുന്നു. യു ആർ ടേക്കിംഗ് മോർ ദാൻ 1 patient
in ITU. So it all really depends on the context. Seventh point in the education, training and development. One of the big thing or big role of a matron is actually to be continuously involved in education, training and development. ഇപ്പം നിങ്ങളുടെ ഏരിയസിൽ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഏരിയസിൽ ഒരു ഡയഗ്നോസ്റ്റിക് മെഷർ ചെയ്യും എൻ്റെ സ്റ്റാഫ് എത്ര വാട്ട് സോർട്ട് ഓഫ് ഡെവലപ്മെന്റ് ദേ നീഡ്. അപ്പോൾ എൻ്റെ സ്റ്റാഫിൻ്റെ കൂടെ കൂടുതലും അവരെ കാണുക, അവരുടെ കൂടെ വർക്ക് ചെയ്യുക, അവരെ ഒബ്സർവ് ചെയ്യുക. സോ മെട്രൻസ് even though we may not look like we are coming every day and working with you, we are very observant. അപ്പം ആ ഒബ്സർവേഷനിൽ നമുക്കറിയാം ഒരു പേഷ്യന്റിനോ എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുമ്പോൾ തന്നെ മെട്രൻസിന് അറിയാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദ പേഴ്സൺ നോസ് ലോട്ട് മോർ ആൻഡ് ഹൗ ദേ വർക്ക് ആൻഡ് വേർ ദെയർ സ്കിൽസ് ഓർ ദ ഗ്യാപ്സ് ആർ. അപ്പൊ അതൊരു കീ ഏരിയ ആണ് മെട്രൻസിന്. ഹൗ ഡു യു ഫെസിലിറ്റേറ്റ്, ബിക്കോസ് ultimately you're looking at your workforce that needs to be very educated and well resourced and who has empowered workforce. ഇതാണ് നമ്മുടെ ഏരിയയിൽ നമ്മൾ നോക്കുന്നത്. വർക്ക്ഫോഴ്സിന് നമുക്ക് എങ്ങനെ എംപവർ ചെയ്യാം. അപ്പം ഐ ഹാവ് ഡൺ മൈസെൽഫ്. ഞാൻ ഈയിടെ HCAസിന്റെ അവേ ഡേ ഞാൻ ചെയ്തു. അവരുടെ സോ ഐ ഗോ സം ഓഫ് ദ കീ തിങ്സ് ഓഫ് ദ വാർഡ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, ആൻഡ് കംപ്ലയിന്റ് ഷെയർ ചെയ്യും. Especially when it comes to behavior and attitude, how I can empower them further, how I can work with them to ensure, and what needs to be more done in the areas to help them deliver the right care. Adakana education, training, development. But research and development, I mean, needless to say, research is part of our role. Nammada areas la nammal research, we should always be pro research. റിസർച്ചിൽ നമ്മൾ എങ്ങനെ കൊണ്ടുവരാം, അത് ചെറിയ രീതിയിലാണെങ്കിലും, ഹൗ യു ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും, ഒരു if a nurse is interested in research, how you can get her baby steps on the ward for her to be then going into research. Because നമ്മൾ മഞ്ജു ഒരു നല്ല പ്രസന്റേഷൻ ചെയ്തു. റിസർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നഴ്സിംഗ്. നമ്മുടെ നഴ്സസ് നമ്മൾ ഒത്തിരിയും ഈ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വന്നത് തന്നെ ഒത്തിരി നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടെ നഴ്സസിനെ കൂടുതൽ അത്ര അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ ട്രൈങ് ടു എൻകറേജ്. ഇപ്പം ഞാൻ തന്നെ ചെയ്ത വാർഡ്സിലൊക്കെ there has been some research going on. So I always was part of those research, when they were having meetings. എങ്ങനെ എനിക്ക് നഴ്സസിനെ ഇൻവോൾവ് ചെയ്യാം, എന്താണ് അവരുടെ obstacles, if there were any hurdles, how can I influence, how can I use my influence to help them. ഇതൊക്കെയായിരുന്നു. പിന്നെ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, നഴ്സസിന് എന്തെങ്കിലും ട്രെയിനിങ് ഡേയ്സ് അവർ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ how do I mobilize my nursing team. ഇതൊക്കെയായിരുന്നു ഞാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മളൊരു key aspects that are, I mean, like a matron is like a jack of all trades, a master of none. Angana varum, because you have you have so many roles and hat to wear throughout the day. So oru avaru nokkumbo oru dynamic personality ne avaru nokkunnathu to become a matron, somebody who can actually be flexible, who's not very fixated, who's not very rigid, but is able to move around and prioritize accordingly. Because ആരാണ്ട് പറഞ്ഞത് നമുക്ക് ഡെഡ് ലൈൻസ് ഒത്തിരി ഉണ്ട്. സോ ഐ ഹാവ് ഇഫ് ദർ ഇസ് എ സീരിയസ് ഇൻസിഡന്റ് വിതിൻ 72 hours ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കണം. അപ്പം വാർഡ് മാനേജേഴ്സ് ആണ് മോസ്റ്റ്ലി നമ്മൾ റിലൈ ചെയ്യുന്നത്. ബട്ട് ഇഫ് ദ വാർഡ് മാനേജേഴ്സ് ആർ നോട്ട് ഏബിൾ ടു, ഞങ്ങൾക്ക് റിപ്പോർട്ട് എഴുതണം, 72 hours റിപ്പോർട്ട്, റൂട്ട് കോസ് അനാലിസിസ് ചെയ്യണം. ഇതൊക്കെ പാർട്ട് ഓഫ് ദ റോൾ ആണ് വിത്ത് ദ ഡെയിലി ഓപ്പറേഷണൽ റോൾ. സോ matron role എന്ന് പറയുമ്പം it is a bridge between the clinical leadership and the senior management. This person fits perfectly there. So ഏത് റോൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ബോർഡ് റിപ്പോർട്ട് എഴുതേണ്ടി വന്നു ബിക്കോസ് മൈ ഹെഡ് ഓഫ് നഴ്സിംഗ് വാസ് അവേ. അപ്പം ആ റോളും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പം വാർഡ് മാനേജർ ഇല്ല, എൻ്റെ 2 വാർഡിലും വാർഡ് മാനേജർ ഇല്ല. സോ ഐ എം ലൈക്ക് എ വാർഡ് മാനേജർ ഓൺ ദോസ് വാർഡ്സ്, ചെക്കിങ് എവറിത്തിങ് ഈസ് ഓക്കെ. നമ്മൾ 7.5 hours നിന്നില്ലെങ്കിലും 2 hour എങ്കിലും അവിടെ പോയി നമ്മൾ നോക്കണം എല്ലാം ശരിയാണോ, അവർ ഓക്കെ ആണോ, സ്റ്റാഫ് ഓക്കെ ആണോ. So collaborating working and clinical effectiveness is the 9th point. Collaborative effect ഞാൻ പറഞ്ഞത് മാതിരി നമ്മൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ എന്നാൽ തന്നെ നമ്മൾ വേറെ ഒരാളുടെ പെർസ്പെക്റ്റീവ് എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നു, അവരുമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ്നെസ് കാണിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ആർ ക്രിട്ടിക്കലി തിങ്കിങ്, യു ആർ ക്രിട്ടിക്കലി കോൺസ്റ്റന്റ്ലി തിങ്കിങ്. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റോൾ ഓഫ് എ matron ആണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുമ്പം ഐ എം ഡീലിംഗ് വിത്ത് band 2 or I'm dealing with a band 5 or a consultant or a management. ഇവരെല്ലാവരോടും നമ്മൾ ഡിഫറെൻ്റ്ലി വേയിൽ സംസാരിക്കണം. അവരുടെ ഹൗ ഡു വി ആർട്ടിക്കുലേറ്റ്, പക്ഷെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനോ നമ്മളൊരു
we need to have some acceptance. Clinical effectiveness, as I said, ഇപ്പം നമ്മൾ കെയർ കൊടുക്കുക, പക്ഷേ പേഷ്യൻസിന് clinical effectiveness is not great, then there is no point in that care. അപ്പോൾ നമ്മൾ റീഇവാലുവേറ്റ് ചെയ്യുക നമ്മുടെ സർവീസിനെ, അതിന് വേണ്ടിയിട്ട് ഒരു കേപ്പബിലിറ്റി വേണം. സോ ക്ലിനിക്കൽ എഫക്റ്റീവ്നെസ് പറഞ്ഞ ഒരു പേഷ്യൻ്റ് വന്നു, ഹിപ്പ് റിപ്ലേസ്മെന്റ് കഴിഞ്ഞു, അവർ പോയി, അവർ 3 ദിവസം അല്ലെങ്കിൽ പാത്വേ അനുസരിച്ച് വന്നു, കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പോയി. ബട്ട് വെൻ ദേ ഹാവ് problems or complications as a result of the care on the ward, like falls or they had infection, appo clinical effectiveness vannilla avade. The clinical effectiveness has been poor, the outcome of the surgery has been poor, or the care that we gave was poor, then it becomes a problem. Appo nammal ainathu ottri nammada reflective thinking um work cheyan, staffine engane nammada problems inde gravity of the situation manasilaaki kodukkanulla oru how do you communicate with the staff is very important. Last is service improvement and transformation, and I've done this in many of my roles, is where നമ്മൾ service improvement ചെയ്യാൻ നോക്കണം. എന്താണ് നമുക്കൊരു ഗ്യാപ്പ് ഉള്ളത് നമ്മുടെ സർവീസിൽ, and what good looks like. One of the big thing is what good looks like. Good looks like is is it the good team working, or is it something that the patients, at the end of the day, patients in the care kittida avarku ettom nalladayitte kitti, and they're very happy. You get 100% patient experience, saying we recommend this 100%. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ നോക്കുന്നത്, how we can actually provide the best care in with the resources, because at the end of the day resources കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൂടുതലും റെസ്പോൺസിബിലിറ്റീസ് വരുന്നു. ഇതാണ് ഞാൻ നോക്കുന്നത്. NHS is overstretched. അപ്പം how do we support your team? Compassionate leadership, lead with kindness. That is one of the things, main thing. കാരണം ഇപ്പോഴത്തെ current climate, especially COVID and Black Lives Matter വന്നോടെ, there is a lot of emphasis on how we lead with kindness. How do we listen? Be present. ഇപ്പം നമ്മൾ ഒരു സ്റ്റാഫ് വന്ന് എന്നോട് സംസാരിക്കും, അപ്പം ഞാൻ ആദ്യമൊക്കെ early part of my career, and as you learn, this is where your reflective thing comes, that you might be thinking about other things, and this person comes to you and talks to you. നമ്മൾ ഓർക്കും നമ്മളൊക്കെ അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക, പക്ഷെ നമ്മുടെ മൈൻഡ് വളരെ ഇതായിരിക്കും. പക്ഷെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഞാനൊരു കാര്യം ചെയ്യുന്ന സംബന്ധിച്ചെന്ന് എന്നെ തന്നെ ഞാൻ ട്രെയിൻ ചെയ്തത്, ഹൗ ഡു ഐ ലിസൺ, ഹൗ ഡു ഐ ബി പ്രസന്റ് വിത്ത് ദാറ്റ് പേഴ്സൺ, ലിസണിങ് ടു ദം. അതാണ് empathy, listening. This is all what happens. And then when how do you remain compassionate with them even when things are going wrong? How does matrons support their new manager for their transition in their role? Matrons in another role, and matrons have come through that role. Although I must say there are some matrons who may not have done a ward manager role. അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീ ഒബ്ജക്റ്റീവ്സ് വെക്കും. ഇപ്പം എനിക്കൊരു പുതിയ വാർഡ് മാനേജർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഫസ്റ്റ് അവരുടെ സ്കിൽസ് എന്താണെന്ന് നോക്കും. ഒബ്വിയസ്ലി ഇഫ് ഐ ഹവ് റിക്രൂട്ടഡ് ഹർ, എനിക്ക് ആ പുള്ളിക്കാരിയുടെ സ്കിൽസ് അറിയാം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്കിൽസ് അറിയാം. ഇല്ലെങ്കിൽ ഞാൻ പുതിയ ഒരാളാണെങ്കിൽ അവരുടെ ഫസ്റ്റ് 3 months അവർക്ക് എന്താണ് സെറ്റിൽ ചെയ്യാനുള്ള റോളിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, what do they need, what sort of induction looks like. A good induction will be like 3-4 weeks ഇന്നത് നീ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ 8 weeks നീ ഇന്നത് ചെയ്യും, and then in the last 4 weeks these are the things that you need to now start working. അപ്പോൾ അവർക്ക് pointing them to the right direction, what good looks like, what do you want, ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രഷർ അൾസർ ലാസ്റ്റ് 3 months വന്നെങ്കിൽ യുവർ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ നെക്സ്റ്റ് 6 months യു ഡോണ്ട് വാണ്ട് എനി പ്രഷർ അൾസർ കാറ്റഗറി 3 കാറ്റഗറി 4. അല്ലെങ്കിൽ ഒരു ഫോൾസ് അൺവിറ്റ്നസ് ഫോൾസ് കൂടുതൽ വല്ല, അല്ലെങ്കിൽ ഹാംസ് വന്നെങ്കിൽ പറയും ഹൗ യു ഗോയിങ് ടു ഗെറ്റ് ടു ദാറ്റ് ലെവൽ. അപ്പം പക്ഷേ കൂടുതലും വാർഡ് മാനേജേഴ്സിന് ഓട്ടോണമി കൊടുക്കും, because Band 7 is an autonomous role. So there has to be a lot of autonomy given to the board manager, that I'm here to support you, I'm here as your support, but I'm going to take the hands off and I'm not going to carry you. Adana one of the most important thing from matron. And sometimes people struggle that, and I've had matrons who like to be one ward manager madri ward il joli. I'm like, what are you doing? You need to get off my ward. I'm the ward manager. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. നമ്മുടെ വാർഡ് മാനേജേഴ്സിനെ എംപവർ ചെയ്യുക. അപ്പം നിങ്ങളൊരു ഇപ്പോൾ വാർഡ് മാനേജർ ആണെങ്കിൽ, നിങ്ങൾ മേട്രൺ വന്ന് വാർഡ് മാനേജ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ടു സേ ആക്ച്വലി ഇറ്റ് ഇസ് മൈ വാർഡ് ആൻഡ് യു നീഡ് ടു ഗെറ്റ് ഓഫ്. ലെറ്റ് മീ ഡു മൈ വർക്ക്.
അപ്പോൾ നിങ്ങൾ ഒരു 1-to-1 എവറി വീക്ക് 1-to-1 വെക്കുക, മേറ്ററിനുമായിട്ട് മീറ്റ് ചെയ്യുക. And see, these are my problems. There was something I used called trials and triumphs, 2 T's. അപ്പം അതിനകത്ത് ട്രയൽസ് എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ പ്രോബ്ലംസ്, triumphs എന്ന് പറഞ്ഞാൽ this is what I've achieved. So I give her a overall things of what I'm doing right now. അപ്പം ഞാനൊരു എന്തെങ്കിലും ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയും പോസിറ്റീവായിട്ട്. പിന്നെ ഞാൻ ഇതാണ് ഈ ഏരിയാസിലാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. ബട്ട് വെൻ ഐ ഓൾസോ ആസ്ക് ഫോർ സൊല്യൂഷൻ, I also bring solutions. So I expect my ward manager to say, okay, I think this is the solution, what do you think? അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് അവിടെ ഡിസ്കഷൻ നടക്കണം. അതാണ് മെയിൻലി I always say ഒരു കൺസ്ട്രക്റ്റീവ്, ഒരു റിഫ്ലെക്റ്റീവ് കൺവെർസേഷൻ ആൻഡ് കോച്ചിങ് റിലേഷൻഷിപ്പ് if you have with your teams, your immediate reports, then your half job is done. Because if you teach them all the time, if you give them a fish, they won't know how to catch a fish, right? So teach them to fish and they will be fine. Idana njan that's my view. People might have different view and it might work for them. പക്ഷെ ഞാൻ പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരാളെ ഒരു സ്കിൽ കൊടുക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു ഡോണ്ട് നോ സം ഓഫ് ദ തിങ്സ്, ഇഫ് യു ഡോണ്ട് നോ, യു ഷുഡ് യൂസ് യുവർ 1-to-1 ടു സേ ആക്ച്വലി ഇതാണ് എൻ്റെ ദീസ് ആർ ദ തിങ്സ് ഐ ഡോണ്ട് നോ, സോ ഹൗ ഡു യു പ്രൊപ്പോസ് I gain those skills. ഇപ്പം നിങ്ങളൊരു വാർഡ് മാനേജറിന് ആണ് ആൻഡ് യു ആർ എക്സ്പയറിംഗ് ടു ബി എ മേറ്റൺ, ഐ വുഡ് സജസ്റ്റ് ഒരു മേറ്ററിനെ പോയി ഫോളോ ചെയ്യൂ ഒരു ദിവസം. ലൈക്ക് യു സ്പെൻഡ് എ ഡേ, ഹാഫ് എ ഡേ വിത്ത് ഹർ ടു സീ വാട്ട് ഷീ ഡസ്. If she's a good matron, she'll be more than happy to have you follow her and see what she does. ഞാൻ അങ്ങനെ പലത് ചെയ്തിട്ടുണ്ട് എൻ്റെ റോൾസിൽ. ഞാൻ when I aspire or wanted to become a matron, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയി ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെപ്യൂട്ടി ചീഫ്നെസ്, ഈവൻ ഫോർ ദി ഓർഗനൈസേഷൻ, ഞാൻ ജോലി ചെയ്യാത്ത ഓർഗനൈസേഷനിൽ പോലും ഞാൻ അവരുടെ ടീമിനെ പോയി കാണുകയും അവരോട് സംസാരിക്കും. ബിക്കോസ് ഇറ്റ് ഗേവ് മീ എക്സ്പോജർ ടു ഡിഫറെൻറ്റ് തിങ്സ്. വൺ ഓഫ് ദ തിങ്സ് നമ്മൾ ഇപ്പം മലയാളികളുടെ എന്തോ ജനറലി പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രോബ്ലംസ് ഇല്ല. ബിക്കോസ് വി ആർ വെരി എഫിഷ്യൻറ്റ് ആൻഡ് വി ആർ വെരി ക്ലിനിക്കലി ഗുഡ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് ഗോട്ട് പല ഇന്റർവ്യൂവിലും ഞാൻ കണ്ടു അവരുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർ ആ റോളിലേക്ക് എത്താത്ത. അല്ലാതെ ഒരു മലയാളിയും 108 people watching me, I don't think anybody is less competent than me. Everybody is equally competent or even more competent. പക്ഷേ നമ്മൾക്ക് ഓരോ റോൾ it is not that you are not competent. maybe you are ഒരു ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന ഒരാൾ വാർഡിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. സോ ഇറ്റ് ഡസൻറ്റ് റിഫ്ലെക്ട് ഓഫ് എനിത്തിങ് അബൌട്ട് യു. പക്ഷേ ഒരു ഇന്റർവ്യൂവിന് മുമ്പ് ഡു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് how good are you to do the role, because ഒരു റോളിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല. ഐ തിങ്ക് മിനിജ ചേച്ചി ആണെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് പ്രീവിയസ് പ്രസന്റേഴ്സ്, ലോട്ട് ഓഫ് പ്രസന്റേഴ്സ് നല്ല പ്രസന്റേഷൻസ് ആയിരുന്നു. അപ്പോൾ അവർ എല്ലാവരും പറഞ്ഞത് നമ്മൾ വരുന്ന ഒരു ജോലി നമുക്ക് അറിയത്തില്ല, എല്ലാം ഒന്നും അറിയത്തില്ല, നമ്മൾ കുറെ പഠിക്കും. അപ്പോൾ അതിന് എങ്ങനെ നമ്മൾ മോൾഡബിൾ ആണ്, ഹൗ ഗുഡ് വി ആർ, ഹൗ receptive we are, and how we are good at collaborative working. നമ്മൾ മറ്റു ടീമായിട്ട് നിന്റെ ടീം എൻ്റെ ടീം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണോ, അതോ യു വിൽ ടേക്ക് അപ്പ്, ഓക്കെ ദാറ്റ്സ് ഫൈൻ, ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ പ്രോബ്ലം, വിൽ ടേക്ക് ഇറ്റ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞ് വരുന്ന ഒരാളാണോ എന്നൊക്കെ അവർ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ സസ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് 45 minutes I talked. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഐ വോണ്ട് ടു താങ്ക് ജോബി ആൻഡ് എല്ലാവരും ഇതിനകത്ത് പ്രസന്റ് ചെയ്ത മിനിജി ചേച്ചി, എല്ലാവരും യു ബീൻ വെരി ഇൻസ്പയറിംഗ് ഫോർ എവറിബഡി. അപ്പം പ്ലീസ് കണ്ടിന്യൂ ദ ഗുഡ് വർക്ക്. പ്രസന്റേഷൻ ഒക്കെ ചെയ്ത് ഒത്തിരി നന്നായിട്ട് നല്ല പ്രസന്റ് ചെയ്തവരുണ്ട് ഇതിനകത്ത്, ഒത്തിരി നല്ല ആയിട്ട് ഞാൻ വാച്ച് ചെയ്തിട്ട്. ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് നൈസ് ടു സീ. സോ കീപ് ദ ഗുഡ് വർക്ക് ആൻഡ് കീപ് ദിസ് ഫോറം ഗോയിങ് ഓൺ. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് എ ഗുഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിനകത്ത് തന്നെ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന ഒരിക്കലും ഒരു മോശമുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി, അതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യം, എന്തെങ്കിലും ഹെൽപ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ. ഓക്കെ, ഐ എം ഹിയർ. എനി ടിപ്സ് ഫോർ ബോർഡ് റൗണ്ട്സ്? ബോർഡ് റൗണ്ട്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നമ്മുടെ പേഷ്യൻസ്, സോ യു ആർ ദ നഴ്സിംഗ് ലീഡ്. സോ ഞാൻ ഒരു മേറ്ററിനായിട്ട് വരുമ്പം എൻ്റെ വാർഡ് മാനേജർ അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജ് ഈസ്
ലീഡിങ് ദ ടീം. ഇതാണ് ഞാൻ പലപ്പോഴും ചെല്ലുമ്പോൾ കാണും ഒരു കൺസൾട്ടന്റ് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിസിയോ ലീഡ് ചെയ്യുന്നു ബോർഡ്. ഐ ഗെറ്റ് വെരി ഇറിറ്റേറ്റഡ് ബിക്കോസ് ഐ എം ലൈക്ക്, വേർ ഇസ് ദ നഴ്സിംഗ് വോയിസ്? Nurses are on the ward 24 hours. You need to be leading things, not a consultant. This is not a consultant-led show. Consultants can give they are equally part of the MDT. But നമ്മുടെ ഒരു കൾച്ചറലി നമുക്കുണ്ട് കൺസൾട്ടൻസ് പറയുമ്പോൾ നമ്മളൊരു ഇച്ചിരി, പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ കൺസൾട്ടൻസ് ആർ പാർട്ട് ഓഫ് ദി MDT. അപ്പം നഴ്സസ് എങ്ങനെ ലീഡ് ചെയ്യണം, നഴ്സസ്, ആൻഡ് if there is anything challenging, how you can challenge ചെയ്യാൻ നമ്മൾ എപ്പോഴും പഠിക്കണം. അത് വളരെ ഒരു ബാഡ് തിങ് അല്ല. Obviously you don't want to cause fight. വേറെ എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ please put it in the thing. I can see. I hope that was informative. I think I'm going to say bye to everybody. Thank you so much. Have a good evening. Take care. Have you done ward assurance? Yeah, ward assurance meetings നമ്മൾ എല്ലാ മാസവും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. സോ ഇൻ ദാറ്റ് വാട്ട് assurance I want is the ones that is red, how you going to turn it green or amber അല്ലെങ്കിൽ green. റെഡ് ഏരിയയിൽ നമ്മൾ പോകരുത് ചെയ്ത്, റെഡ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ how you going to turn into amber and green, and what's your time scale, and what are the key action plan. അപ്പം നിങ്ങൾ വാർഡ് അഷുറൻസ് മീറ്റിംഗിൽ പോകുമ്പോൾ നിങ്ങളുടെ ഡേറ്റ കാണുക, ആക്ഷൻ പ്ലാനുമായിട്ട് ചെല്ലുക. Because if you don't have action plan means you're losing the plot and you don't have a grip on your ward. That's one of the biggest thing ആണ്. And also feel free to put yourself wards നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ, say we need to be under special measures ward തന്നെ, and put like a improvement plan. അപ്പോൾ ഞാൻ ഒത്തിരി വാർഡ്സിന് അങ്ങനെ ഇംപ്രൂവ്മെന്റ് പ്ലാനിൽ നിന്ന് കൊണ്ടുവന്നു 3 months. അപ്പോൾ തന്നെ നമ്മൾ ഇംപ്രൂവ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് what you're going to do, it's about how everybody is going to do. അപ്പം അതിനകത്ത് നമുക്ക് എന്താണ് റിസോഴ്സ്. ഇപ്പം നമുക്ക് അങ്ങനെ ആസ് എ റിസൾട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ ഞാൻ ഒരു വാർഡിൽ 2 Band 6 വരെ 3 Band 6 വരെ കൊണ്ടുവന്ന് ഫണ്ടിങ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫിംഗ് ലെവൽ ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇംപ്രൂവ്മെന്റ് പ്ലാൻസ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ്. സോ യൂട്ടിലൈസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻസ്. നിങ്ങളുടെ പീഡിയൻസ്, വാർഡിൽ വരുന്ന പീഡിയൻസ്, അവരെ നിങ്ങൾ ചെയ്യുക. Is matron selection always from Band 7 to 8? That's a good question. ഒരു മേട്രൺ ആകണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 60 പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ്പീരിയൻസ് വൈസ് യു മൈറ്റ് ലാക്ക്, ബിക്കോസ് ഒരു Band 6 ആയിട്ട് വാർഡിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ജോലി ചെയ്യുന്നത് ഒരു 7 ആയിട്ടും റോൾ ഡിഫറൻസ് ഒത്തിരി ഉണ്ട്. But it's not achievable, and I would not say don't aim for that. Be ambitious. You can go for it, but as long as kind of especially 3 scenario based questions varum. But scenario based questions varum, if you haven't done anything and you're not good at bluffing, then you might not be very good. So that's the only thing I will say. പക്ഷേ 7 പിന്നെ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക, പേഴ്സൺ സ്പെസിഫിക്കേഷൻ നോക്കുക, അതിനകത്ത് അവർ എഴുതി കാണും you need so many years of experience as a 6 and 7. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവർ ചിലപ്പം നിങ്ങളെ ഇത് ചെയ്യില്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. അതാണ് ഒരു പ്രോബ്ലം. അല്ലാതെ even from a Band 5 I know people who have gone directly to a 7 or 8. So nothing is impossible. I'm going to take your leave now. Take care. Bye. Thank you so much, Joby, and everybody.